നമസ്കാരം, മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദീപസമർപ്പണം കോഴിക്കോട് യുദ്ധസ്മാരക കവാടത്തിൽ സംഘടിപ്പിച്ചു. സംസ്ഥാന പ്രസിഡന്റ് ജയദേവൻ ഉദ്ഘാടനം ചെയ്തു. 1971 ഇന്ത്യ പാക് യുദ്ധത്തിൽ ഇന്ത്യയുടെ ഐതിഹാസിക വിജയം ചരിത്ര താളുകളിൽ സുവർണലിപികളാൽ എഴുതപ്പെട്ടിരുന്നു. യുദ്ധാനന്തരം ബംഗ്ലാദേശ് എന്ന ഒരു പുതിയ രാഷ്ട്രം ലോക ഭൂപടത്തിൽ സ്ഥാനം പിടിക്കുക മാത്രമല്ല, പാകിസ്ഥാന്റെ പതനത്തിനും കാരണമായി. യുദ്ധവിജയത്തിന്റെ 55ാം വാർഷികം കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് കോഴിക്കോട് ജില്ലാ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് മാനാഞ്ചിറ യുദ്ധസ്മാരക കവാടത്തിൽ സംഘടിപ്പിച്ചു. യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ധീരസൈനികർക്ക് ദീപസമർപ്പണം നടത്തി. സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് ജയദേവൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ഒരു സംഭവത്തിൽ പങ്കെടുക്കാൻ വിജയ ദിവസമായി ആഘോഷിക്കാനുള്ള അവസരം ഉണ്ടായത് നമുക്കെല്ലാവർക്കും അഭിമാനിക്കാം എന്നുള്ളൊരു വാക്കാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈസ്റ്റ് പാകിസ്ഥാൻ എന്ന് പറയുന്ന ആ ഒരു രാഷ്ട്രം ഇല്ലാതാവുകയും ബംഗ്ലാദേശ് എന്നൊരു രാഷ്ട്രം ഉടലെടുക്കുകയും ചെയ്തിരിക്കുന്ന ഒരവസരമായിരുന്നു 1921 ഡിസംബർ 16-ാം തീയതി. അനേകം പാകിസ്ഥാൻ പട്ടാളക്കാർ നമ്മുടെ ഇന്ത്യൻ സൈന്യത്തോട് കീഴടങ്ങി ഒപ്പുവെച്ച ദിവസമായിരുന്നു ഈ 16 ഡിസംബർ 1971. ഇന്നതിൻ്റെ 54 വർഷം പൂർത്തിയായിരിക്കുകയാണ്. 55ാം വാർഷികമാണിന്ന്. ഇതിലെല്ലാവർക്കും, ഇന്നിവിടെ സംജ്ഞയായിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ, ആശംസകൾ നേരുന്നു. അതിനോടൊപ്പം തന്നെ അന്ന് ആ സ്വാതന്ത്ര്യലബ്ധിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ആ സമര യുദ്ധത്തിന് വേണ്ടിയോ ജീവൻ ബലിയർപ്പിച്ച ധീര ജവാന്മാർക്കും അവരുടെ ആശ്രിതർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. അതേപോലെ തന്നെ ജീവൻ ബലിയർപ്പിച്ചവർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ട്രിബ്യൂട്ട്സ് അവതരിപ്പിക്കുകയാണ്. കൂടുതലായി നീട്ടിക്കൊണ്ടു പോകുന്നില്ല, കാരണം സമയം വളരെ നീങ്ങിയിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ ഉദ്ഘാടന കർമ്മമായ നമ്മുടെ ലാമ്പ് ലൈറ്റ്നിങ് ആണ് നമ്മുടെ ഉദ്ഘാടന കർമ്മം. അതിനായി എന്നെ ക്ഷണിച്ച് വളരെ സന്തോഷമുണ്ട്. ഞാനതിൽ നന്ദി രേഖപ്പെടുത്തിയ കമ്മിറ്റിയോട്. മാധവൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി. ഡിസംബർ മാസത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ചുരുങ്ങിയ കാലയളവിൽ രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം കര, നാവിക, വായു സേനാ വിഭാഗങ്ങൾ ഒരുമിച്ച് നടത്തിയ ഒരു യുദ്ധമായിരുന്നു ഈ യുദ്ധം. ഈ യുദ്ധത്തിൽ അന്തിമ വിജയം ഇന്ത്യക്കായിരുന്നു. മാത്രമല്ല, ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായ ഒരു സംഭവം എന്ന നിലയ്ക്ക് 93,000 പാകിസ്ഥാൻ സൈനികരെ തടവുകാരായി നമ്മുടെ സൈന്യം പിടിച്ചു. അവർ ആയുധം വെച്ച് കീഴടങ്ങി. അതും ഒരു ചരിത്ര സംഭവമാണ്. അതിനു പുറമെ നമ്മുടെ രാജ്യത്തിന് കുക്രി എന്ന ഒരു മുങ്ങിക്കപ്പൽ നഷ്ടപ്പെടുകയും അതിലെ നാവികരെ, സൈനികരെയും പാകിസ്ഥാൻ്റെ യുദ്ധക്കപ്പൽ ആക്രമിച്ച്
ആ അക്രമത്തിൽ രക്ഷ നേടുന്നതിന് വേണ്ടി മോഹനൻ പട്ടോന, പി പ്രകാശൻ, ബിജു, കോഴിക്കോട് സൈനിക അക്കാദമി മാനേജിംഗ് ഡയറക്ടർ അഖിൽ പുത്തലത്ത്, ഊർമിള രാജഗോപാലൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. അജിത് കുമാർ ഇളയിടത്ത് സ്വാഗതം പറഞ്ഞ ചടങ്ങിന് സദാനന്ദൻ പി നന്ദി പറഞ്ഞു. പഞ്ചാബ്, സിന്ധ്, ഗുജറാത്ത്, മറാഠ, ദ്രാവിഡവൽക്കലവംഗ, ഇന്ത്യ, ഹിമാചല, യമുന, ഗംഗ, ഉജ്ജല ജലതിരംഗ, തബ ശുഭ നാമേ ജാഹേ, തബ ശുഭ ആശിഷ മാഹേ, ജാഹേ തബ ജയ दादा, जन गण मंगलदायक जय हे भारत भाग्य विधाता जय हे. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.